ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുടംപുളിയുടെ വീഡിയോയുമായിട്ടാണ്. സാധാരണ കുടംപുളി അല്ല, ഹൈബ്രിഡ് കുടംപുളി. ഈ ഹൈബ്രിഡ് കുടംപുളി നടുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇപ്പോൾ തന്നെ നമുക്ക് ആകെയുള്ളത് ഒരു ചെടിയാണ്. അതിലിപ്പോൾ ഒരുപാട് കായ്കളുണ്ട്, നിറച്ച് കായ്കളാണ്. ഇതിപ്പോൾ ഇവിടെ വാങ്ങിച്ച് നട്ടിട്ട് ഏകദേശം 5 വർഷമായി. കഴിഞ്ഞ വർഷവും ഈ ഹൈബ്രിഡ് കുടംപുളി ഇവിടെ കായ്ച്ചിട്ടുണ്ടായിരുന്നു, 1-2 എണ്ണം. അതിൻ്റെ ഷേപ്പും ഈ കുടംപുളിയുടെ ഷേപ്പൊന്നും ആയിരുന്നില്ല. ആ കുടംപുളിയുടെ പകുതി നിൽക്കുന്നത് പോലെ തോന്നുമായിരുന്നു, അങ്ങനെയായിരുന്നു. ഈ വർഷം ഉണ്ടല്ലോ ഒരുപാട് കായ്ച്ചിട്ടുണ്ട് ഇതിനകത്ത്. അതെല്ലാം നമുക്ക് ചുറ്റി നടന്ന് കാണാം. കാണുന്നില്ലേ, ഓരോ കുലയിലും ഒരുപാടുണ്ട്. ഇതിപ്പോൾ കൊമ്പിൻ്റെ അടിയിലോട്ടാണ് കിടക്കുന്നത്. നല്ല വലിപ്പവും ഉണ്ട് ഇതിന്. ഇതിൻ്റെ ചെടിക്ക് പൊക്കം കുറവാണ്, അപ്പോൾ ഇതിൻ്റെ ചുവടൊന്നും നമുക്ക് കാണാനേ പറ്റില്ല. അത്രയ്ക്കും പടർന്ന് പന്തലിച്ചാണ് കിടക്കുന്നത്. ഹൈബ്രിഡ് കുടംപുളി നമുക്ക് ഇത് ഒരു മൂടേ ഉള്ളൂ, പക്ഷേ അല്ലാത്തത് നമുക്ക് 3-4 മൂടുണ്ട്. അതിൽ 2 ഇപ്പോഴും നന്നായിട്ട് കായ്ച്ചിട്ടുണ്ട്, കഴിഞ്ഞ വർഷവും കായ്ച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഉണക്കിയ പുളി ഇപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. എല്ലാവർക്കും ഈ കുടംപുളി ഇഷ്ടമാണോ? ഞങ്ങൾ ഇവിടെ മീൻ കറിയിലൊക്കെ സാധാരണ വാളം പുളിയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ പുളിയോട് അത്ര വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു മാവ് നിൽക്കുന്നുണ്ട്. അത് കുഞ്ഞിലേ ഇപ്പോൾ 2-3 വർഷം കൊണ്ടേ പൂവിടുന്ന മാവാണ്. അപ്പോൾ ആ മാവ് നോക്കാൻ വേണ്ടിയിട്ട് ആ പുളിയുടെ ഇങ്ങോട്ട് ചാഞ്ഞ് കിടക്കുന്ന കുറച്ച് കൊമ്പുകൾ വെട്ടിക്കളയണമെന്ന് വിചാരിച്ചു. അപ്പോൾ ഉമ്മ ഒട്ടും സമ്മതിക്കുന്നില്ല. മാവ് പോണെങ്കിൽ പോട്ടെ, ഈ പുളിയിൽ തൊടാൻ സമ്മതിക്കില്ലെന്നാണ് പറയുന്നത്. എന്തായാലും അതൊക്കെ പറഞ്ഞ് അടുത്ത സീസൺ ആയപ്പോൾ ഒരുപാട് കായ്ച്ച് കിട്ടിയിട്ടുണ്ട്. ആ പറഞ്ഞതിനൊക്കെ നല്ല ഫലവും കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ നട്ടു വളർത്തുന്ന എല്ലാവർക്കും ഗുണം മാത്രമേ ഉള്ളൂ. കാരണം ഇത് വേഗം കായ്ക്കും. ഒത്തിരി വർഷമൊന്നും നമ്മൾ കാത്തിരിക്കേണ്ട, പെട്ടെന്ന് കായ്ക്കും. 3 വർഷമൊക്കെ ആകുമ്പം തൊട്ട് കായ്ക്കാൻ തുടങ്ങുമെന്നാണ് പറയുന്നത്. നമുക്കിത് 5 വർഷമായി കായ്ച്ച് കിട്ടിയപ്പോൾ. പിന്നെ സാധാരണ കുടംപുളിയേക്കാൾ നല്ല വലിപ്പമുണ്ട്, ഒരുപാട് കായ്ക്കും. അങ്ങനെയൊക്കെയുള്ള ഗുണങ്ങളുണ്ട്. പിന്നെ ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഡ്രമ്മിലൊക്കെ നട്ട് വളർത്താം. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് നമ്മുടെ സാധാരണ കുടംപുളി, അതിലും ഒരുപാട് കായ്ച്ചിട്ടുണ്ട്. ഹൈബ്രിഡ് എപ്പോഴും കായ്ക്കുമെന്ന് പറയുന്നുണ്ടെങ്കിലും നമുക്ക് ഈ 2 പ്രാവശ്യവും കുടംപുളിയുടെ സീസണിൽ മാത്രമാണ് കായ്ച്ചിട്ടുള്ളത്. ഡിസംബർ മുതൽ മാർച്ച് വരെയുള്ള മാസത്തിലാണ് ഇതിന് പൂവിടുന്നത്. ഏകദേശം 3 ആഴ്ച കഴിയുമ്പോൾ തന്നെ അത് കായായി തുടങ്ങും. ജൂൺ ജൂലൈ ഒക്കെ ആകുമ്പോൾ ഈ കായ് പഴുക്കുകയും ചെയ്യും. മഴക്കാലത്താണ് ഇതിൻ്റെ വിളവെടുപ്പ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സംസ്കരണം കുറച്ച് ബുദ്ധിമുട്ടാണ്. കുടംപുളി പല രീതിയിലും സംസ്കരിക്കാറുണ്ട്. നമ്മളിത് പുകയിൽ വെച്ചാണ് ഉണക്കിയെടുത്തിട്ടുള്ളത്. ഇത് ഹൈബ്രിഡ് ആണെന്ന് കരുതി പ്രത്യേകിച്ച് വളപ്രയോഗമൊന്നും നടത്തണ്ട. സാധാരണ ചെടികൾക്കൊക്കെ കൊടുക്കുന്ന പോലത്തെ വളം കൊടുത്താൽ മതി. ശരീരഭാരം കുറയ്ക്കാനും ദഹനത്തിനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും ഒക്കെ കുടംപുളി നല്ലതാണ്. നമ്മൾക്കിപ്പോൾ ഉണങ്ങിയ കുടംപുളി ഉണ്ടെങ്കിൽ അതൊരു ഈർപ്പമില്ലാത്ത പാത്രത്തിൽ അടച്ച് സൂക്ഷിച്ച് വെച്ചാൽ ഏറെ കാലം നമുക്കത് ഉപയോഗിക്കാം. അത് കേടുകൂടാതിരുന്നോളും. അപ്പോൾ എല്ലാവരും ഈ ഹൈബ്രിഡ് കുടംപുളി നട്ടുപിടിപ്പിക്കണം കേട്ടോ.